ഇനി ഇടുക്കിയിലേക്ക് പോകുമ്പോൾ അവിടെ ശാന്തൻപാറ CPM ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി പൊളിച്ച് നീക്കിയിരിക്കുകയാണ്. താലൂക്ക് സർവേയർ അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് പാർട്ടി ഇടപെട്ട് നീക്കം ചെയ്തത്. പുറമ്പോക്ക് കയ്യേറിയാണ് നിർമ്മാണമെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, നേരത്തെ റവന്യൂ വകുപ്പ് ഇതിന് NOC നൽകിയിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണോ ഇപ്പോൾ പൊളിച്ചു നീക്കൽ നടപടികൾക്ക് പാർട്ടി തന്നെ മുൻകൈയെടുത്തത്? ജിൽസി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇടുക്കി ചന്തംപാറയിൽ CPMന്റെ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതികളും ആരോപണങ്ങളും എല്ലാം തന്നെ ഈ രീതിയിൽ വിവാദമാവുകയും ചെയ്തിരുന്നു. അതായത് നിർമ്മാണ നിയന്ത്രണങ്ങളുള്ള സ്ഥലത്ത് ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ ഗാർഹികേതര നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത്തരത്തിലൊരു നിർമ്മാണം നടത്തി, അതും NOC ഇല്ലാതെയാണ് നടത്തിയതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ചും രാത്രിയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതോടെയാണ് ഇത്തരത്തിൽ കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് ഹൈക്കോടതി ഇടപെടുകയായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. കളക്ടറോട് ഈ സ്ഥലം പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ഇതിനിടയിൽ CPM നേതൃത്വം വീണ്ടും NOCക്ക് അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ വീണ്ടും ഇത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടം നിർമ്മിച്ച വസ്തുവിൽ 12 ചതുരശ്ര മീറ്ററോളം ഭൂമിക്ക് പട്ടയമില്ലെന്നും ഏതാണ്ട് 48 ചതുരശ്ര മീറ്റർ റോഡ് പുറമ്പോക്ക് കയ്യേറി കൈവശം വെച്ചിട്ടുണ്ടെന്നുമാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നത്. തുടർന്നാണ് ഈ അനുമതി നിഷേധിച്ചത്. പിന്നീടാണ് ഇത്തരത്തിൽ പാർട്ടി തന്നെ ഇടപെട്ടിട്ട് ഈ നിലവിൽ കയ്യേറ്റ ഭൂമിയാണ് എന്ന്, അല്ലെങ്കിൽ ഇത്തരത്തിൽ റവന്യൂ റോഡ് പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തിയ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കിയത്. ഏതാണ്ട് 10 മീറ്ററോളം സ്ഥലത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. താലൂക്ക് സർവേയർ അടയാളപ്പെടുത്തി നൽകിയ ഭാഗമാണ് നീക്കം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു നടപടി അത് കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷം വീണ്ടും NOCക്ക് അപേക്ഷ നൽകാനുള്ള ഒരു നീക്കമായിരിക്കും ഇനി തുടർ നടപടികളായി CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ജിൽസി.